അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു, ഇത്രയും ഒരു വിഷയം ഉണ്ടായിട്ടും ഒരാൾ പോലും പ്രതികരിച്ചില്ലല്ലോ, തൊട്ടടുത്തുള്ള കൂട്ടുകാരികൾ പോലും പ്രതികരിച്ചില്ലല്ലോ അനുമോളെ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരവരുടെ വിഷയം വരുമ്പോൾ മാത്രമേ പ്രതികരിക്കത്തുള്ളൂ ലാലേട്ടാന്ന്. സത്യമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഈ പറയുന്ന അനുമോക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ അവിടെ കൂട്ടുകാരികൾ എന്ന് പറയുന്ന, അതായത് പട്ടായ ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള ആദില, ഈ നൂറ, ഇവരൊന്നും സംസാരിക്കുന്നില്ല. എന്തിനാടാ നെവിനെ നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നെവിനെ ഒരു കാരണവശാലും അവിടെ സംസാരിച്ചിരുത്തിയില്ല അവര്. അപ്പോഴും ഈ പറയുന്ന അനീഷാണ് അവിടെ പോയത്. അത് ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട്, അനീഷ് മാത്രമാണ് പോയി സംസാരിച്ചതെന്ന്. അപ്പൊ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് മാത്രമാണ് പ്രതികരിച്ചത് എന്ന രീതിയിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല, ഞാൻ വരുമ്പോൾ ഈ ബെഡിൽ വെള്ളം തളം കെട്ടി കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ലാലേട്ടൻ അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചിട്ട് ഒരുമാതിരി കോപ്രായമാണ് ഇവർ കാട്ടിക്കൂട്ടിയത് എന്ന രീതിയിൽ ഈ പറയുന്ന അനീഷ് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു, ഇവര് 3 പേരും കൂടി ഈ വീടിനെ ഇളക്കി മറിച്ച് ഒരു കുളമാക്കി വെച്ചു എന്ന രീതിയിലും അനീഷോടെ പറയുന്നുണ്ട്. സത്യമാണ്, അത് നമ്മൾ കണ്ടതാണ്. അത് തന്നെ കൃത്യമായിട്ടും അനീഷ് ഈ ലാലേട്ടന്റെ മുമ്പിൽ പറയുകയും ചെയ്തു.